കുറച്ചിങ്ങനെ ഫ്ലാറ്റ് ഇങ്ങനെ കുറച്ച് നമ്മളൊരു ഫ്ലാറ്റിനുള്ള മത്സരമാണെന്ന് ഗംഗയ്ക്ക് പോലും മനസ്സിലായിരിക്കണം കേട്ടോ. മോനെ പിന്നെ ശിവശൈല എന്ന് പാടിയാലൊരു എന്തോ പോലെ ഇരുന്നു. പക്ഷേ ലാസ്റ്റ് പല്ലവിയിൽ നന്നായിട്ട് പാടി കേട്ടോ. ആ ഒരു ജമ്പ് നോട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരുന്നത്, അത് കുറച്ച് കുഴപ്പമായി പോയി. പിന്നെ അടുത്ത ഗംഗ എന്നുള്ള സംഗതിയും മോന് കുറച്ച് സ്ലിപ്പായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചരണ ഓപ്പണിങ് മോന് അതുപോലെ അനുപല്ലവി ഓപ്പണിങ് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കണം മോന്. പിന്നെ ഇതിൻ്റെ ഒരു വികാരം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു കേൾക്കാൻ പാടിയപ്പോൾ. പിന്നെ തുണ്ട് പല്ലവിയിലും തുയിലുണർന്നു എന്നുള്ളത് അത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ചരണത്തിൽ മനസ്സിൻ്റെ കുറച്ച് ശ്രുതി പെട്ടെന്ന് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും മനസ്സിൻ്റെ എന്നുള്ളത് കുറച്ചും കൂടെ കൂടുതൽ അറിഞ്ഞു കേട്ടോ. പക്ഷേ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഷംജു പാടിയത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഒരു എന്താണ് പറയേണ്ടത്, അത് കാര്യം എനിക്ക് ഷംജു പാടുമ്പോഴൊക്കെ എനിക്കിവിടെ ഉണ്ടായിരുന്ന രവീന്ദ്ര മാസ്റ്ററായിരുന്നു കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കാര്യം നല്ല ഒരു കലാകാരന് മരണം ഒരിക്കലുമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇങ്ങനെയുള്ള ഗാനങ്ങൾ. കാരണം മാഷ് ജീവനോടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും രവീന്ദ്ര മാസ്റ്റർ എപ്പോഴും ജീവനോടെ ഉണ്ട്. ഗോഡ് ബ്ലെസ് യു മോനു. താങ്ക് യു സർ. താങ്ക് യു ഷാജ. ഉണ്ണിയേട്ടാ? ഷംജു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷംജു താങ്ക് യു സർ. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും എല്ലാ പാർട്ടിസിപ്പൻസും എന്താ ആദ്യം ശരത് സാറിന് കമന്റ് പറയാമല്ലേ. എനിക്ക് തോന്നുന്നു ഇവര് വിചാരിക്കണത് ശരി പണ്ടാരം വേഗം പറഞ്ഞു തീർത്ത പിന്നെ സന്തോഷമായി. അല്ലേ പിന്നെ നമ്മൾ സന്തോഷമായിട്ട് പിന്നെ മറ്റവരുടെ കമന്റ്സ് ഒക്കെ സമാധാനമായിട്ട് കേൾക്കാം അല്ലേ. എന്താ അണ്ണാച്ചി? ഗംഗ എനിക്ക് ലാസ്റ്റ് പാടിയ ഗംഗ വളരെ ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും. അതിങ്ങനെ ലൈവായിട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ പാട്ട് സ്പെഷ്യലി ആ സസ്റ്റെയിൻ അത്രയും ഒരു കൺട്രോൾഡ് ആയിട്ട് ഷംജു വളരെ ഭംഗിയായിട്ട് പാടിയ ലാസ്റ്റ് സസ്റ്റെയിൻ ആ ഗംഗയെ. ഓവറോൾ ചില സ്ഥലത്ത് ആ ഗംഗയെ പറയുമ്പോലെ ഗംഗേ ആ സ്ഥലത്ത് ഒന്നും കൂടി ആ ഒരു ഫീൽ കൊടുക്കാമായിരുന്നു. എനിക്ക് തോന്നിയത് ആ ഗംഗയെന്ന് വിളിക്കുമ്പോൾ ഒന്നൊരു ഇമോഷണൽ കുറച്ചും കൂടി ഒരു ഇമോഷൻ ആൻഡ് ലിറ്റിൽ മോർ ഫീൽ ഇൻ ദാറ്റ് ഗംഗയെ കൊടുത്താൽ ഒന്നും കൂടി ഒരു നമ്മൾക്കൊരു പൂർണ്ണത കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഷംജു. ഇറ്റ് വാസ് വെരി നൈസ്. കീപ് ഇറ്റ് അപ്പ്. പിന്നെ ശരത് സർ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വളരെ കറക്റ്റാണ്. അതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഉണ്ണിയേട്ടാ. ആൻഡ് ഔസിഫ് ബച്ചൻ സർ? ഷംജു ഐ ലവ് യു. താങ്ക് യു സർ. എനിക്ക് അത്ര ഇഷ്ടമായി വന്നു. താങ്ക് യു സർ. കാരണം ഇത് ഷംജു പാടുന്നതെന്നൊന്നും അറിയണ്ടേ. എൻ്റെ ഒരു നിഗമനത്തില് ഇപ്പോൾ അത് ഷംജു ഇവിടെ നിന്ന് പാടുന്നത് ഞാൻ കണ്ടില്ല. ഞാനിതിപ്പോൾ ഒരു റേഡിയോയിൽ കേൾക്കുകയാണ്, ആരോ പാടുന്നതായിട്ട് കേട്ടിരുന്നാലും ഈ പാട്ട് എനിക്ക് പാടിയത് വളരെ ഇഷ്ടമായി. ഈ മോനെ അവിടെ ഇവിടേക്കും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതായത് പിച്ച് മെയിൻലി ഞാൻ കുറ്റം പറയില്ല, കാരണം ഓൾമോസ്റ്റ് ഒരു ഫീൽ എന്ന് പറയുന്നത് അത് പിച്ച് നമ്മൾ അറിയാതെ അങ്ങോട്ട് എവിടെയെങ്കിലൊക്കെ സ്ലൈറ്റായിട്ട് മിസ്സായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ ഈ മറ്റേ തുയിലുണർന്ന് പാടി എന്ന് പറഞ്ഞു കൊടുത്ത അതിൻ്റെ ഒരു പ്ലാനൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്നത്, അവിടെ കുറച്ചും കൂടി ആ ഒരു ബ്രിഗയൊക്കെ ഒന്നും കൂടി നന്നായിട്ട് സൗണ്ട് ചെയ്യാം. കുറച്ചും കൂടി ഒരു കുറച്ച് സ്ലിപ്പായി മാറി, ലൂസായി മാറി ഉണ്ടായിരുന്നു. അതേമാതിരി ആ പല്ലവി അവസാനിച്ചിട്ട് ഗംഗേ എന്ന് പറഞ്ഞ